ABSന്റെ മൊഡ്യൂൾ അല്ലെങ്കിൽ ആ യൂണിറ്റിനകത്ത് എന്തെങ്കിലും രീതിക്ക് എയർ കയറിയിട്ടുണ്ടെങ്കിലും ഈ പറഞ്ഞ സെയിം ഇഷ്യൂ കാണിക്കും. അതും കൂടെ നിങ്ങൾ ചെക്ക് ചെയ്തോണം. കാരണം നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മുടെ വാഹനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമ്മുടെ വാഹനത്തിൻ്റെ ബ്രേക്ക് എന്ന് പറയുന്നത്. കാരണം വാഹനം പവറുണ്ട്, മൈലേജ് കിട്ടും, എല്ലാം ഉണ്ടെന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ പണി പാളും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക് ഇല്ലാത്തൊരു വാഹനം ഓടിക്കാൻ എല്ലാവർക്കും പേടിയായിരിക്കും, 100%. അതിലിപ്പോൾ ഒരു സംശയം പറയാനില്ല. ബ്രേക്ക് ആദ്യം അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നില്ല, പമ്പ് ചെയ്ത് ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട്. ഇങ്ങനൊരു സംശയം നമ്മുടെ ഒരു സ്ഥിരം സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. റോമിയോ റോയ് ആണ് ചോദിച്ചിരിക്കുന്ന ചോദ്യം ഇങ്ങനെയാണ്: രാകേഷ് ഏട്ടാ, ഒരു സംശയം. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വണ്ടി ഹുണ്ടായി i20 ആക്റ്റീവ് ഡീസൽ 2018 മോഡലാണ്. പുള്ളി ബ്രേക്കിൻ്റെ ഒരു ഇഷ്യൂ പറഞ്ഞു നോർമലായി അപ്ലൈ ചെയ്യുമ്പോൾ ഉദ്ദേശിച്ച പോലെ കിട്ടുന്നില്ല, എന്നാൽ ബ്രേക്ക് പമ്പ് ചെയ്ത് അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നു. ബ്രേക്ക് ഫ്ലൂയിഡ് ചേഞ്ച് ചെയ്തു, ബ്ലീഡ് ചെയ്തപ്പോൾ ഒരു സൈഡിൽ ഫ്ലൂയിഡ് വരുന്നില്ല എന്ന് ഷോറൂമിലെ ആൾക്കാർ പറഞ്ഞു. അവർ പറഞ്ഞത് ABS മൊഡ്യൂൾ കംപ്ലൈൻ്റ് ആണ്, മാറണമെന്നാണ്. വേറെ വാർണിംഗ് ലൈറ്റ് ഒന്നും വണ്ടിക്ക് കാണിക്കുന്നില്ല. ഏകദേശം 160K, അതായത് 1,60,60,000 തോന്നുന്നു. എനിക്കിപ്പം 160 ഞാൻ ഇതിനകത്ത് കണ്ടത് യൂണിറ്റ് ആകും. ആ യൂണിറ്റ് മാറ്റാൻ എന്ന് പറഞ്ഞു. 160 ആളുടെ ചാൻസ് കുറവാണെന്ന് തോന്നുന്നു, 60 ആണെന്ന് തോന്നുന്നു. മീൻസ് എനിക്ക് തോന്നുന്നു ഒന്നും അറിയാതെ വന്നതാണോ, അല്ലെങ്കിൽ ഇനി 16 ആയിരിക്കും ഉദ്ദേശിച്ചത്. ചിലപ്പം 16,000 ആയിരിക്കും. ഒരിക്കലും 60 വരെ വരത്തില്ല, 16,000 ആണെന്ന് തോന്നുന്നു. എനിക്ക് ഐ തിങ്ക് സോ 16,000 ആണെന്ന് തോന്നുന്നു. ആകും ആ യൂണിറ്റ് മാറ്റാൻ എന്ന് പറഞ്ഞു. എന്തായിരിക്കും കാരണം? പ്ലീസ് റിപ്ലൈ. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ABSന്റെ മൊഡ്യൂളിന് കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ പറയുന്നത് പോലെ ഒരു സൈഡിലോട്ട് ബ്രേക്ക് ഫ്ലൂയിഡ് വരാതിരിക്കാനുള്ള ചാൻസസ് ഉണ്ട്, ഇല്ലെന്ന് പറയാൻ സാധിക്കത്തില്ല. പക്ഷേ ABSന്റെ മൊഡ്യൂളിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ആദ്യം ചെക്ക് ചെയ്ത് നോക്കണം. അവരത് മാറി വെച്ചോ ഇല്ലയെന്നൊന്നും കൺഫേം പറയുന്നില്ല. അത് തന്നെയാണോ കംപ്ലൈൻറ്റ് എന്നുള്ളതൊന്ന് കൺഫേം ചെയ്യുക. ഇനിയിപ്പോൾ ഈ ലൈനിൽ എന്തെങ്കിലും ബ്ലോക്കോ കാര്യങ്ങളൊക്കെ വന്നാലും ഈ പറഞ്ഞ പോലെ സെയിം പ്രോബ്ലം കാണിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ ഇതുപോലെ ബ്രേക്ക് പമ്പ് ചെയ്യണമെന്നുള്ള ഇഷ്യൂ വരുന്ന സമയത്ത് ബ്രേക്ക് ബൂസ്റ്ററിൻ്റെ കംപ്ലൈൻറ്റ് ഉണ്ടെന്നുള്ളത്, അതായത് നമ്മുടെ വാഹനത്തിൻ്റെ ബ്രേക്കിൻ്റെ ബൂസ്റ്ററിന് എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ പറയുന്ന പോലെ ബ്രേക്ക് കിട്ടാതെ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അത് പമ്പ് ചെയ്ത് നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരും. കാരണം പ്രത്യേകിച്ച് ഡീസൽ വാഹനത്തിന് ശരിക്കും വാക്യൂം അതിനകത്ത് ക്രിയേറ്റ് ചെയ്യാത്തതുകൊണ്ട് വാക്യൂമിന് അഡീഷണൽ ആയിട്ടൊരു പമ്പായിരിക്കും കൊടുക്കുന്നത്. ആ പറയുന്ന ഒരു പമ്പ് കൃത്യമായിട്ടുള്ള രീതിക്ക് വാക്യൂം കൊടുക്കുന്നില്ലെങ്കിൽ പോലും ഈ പറഞ്ഞതുപോലെ ബ്രേക്ക് കിട്ടാൻ ബുദ്ധിമുട്ട് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ജസ്റ്റ് ഒരു സജഷൻ പറഞ്ഞതേ ഉള്ളൂ, അതൊരു ചാൻസസ് മാത്രമാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പം ABSന്റെ മൊഡ്യൂളിൽ നിന്ന് അവർ ജസ്റ്റ് കണ്ണുംപൂട്ടിയാണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. അവർ ചെക്ക് ചെയ്തോ ഇല്ലേന്നും അറിയത്തില്ല. സമയം കൊടുത്തിട്ടുണ്ടെന്നുള്ള അവർ ചെക്ക് ചെയ്തിട്ടായിരിക്കും പറഞ്ഞത്, അല്ലെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എന്നാലും നമ്മൾ റിസ്ക് എടുക്കാതെ ജസ്റ്റ് ആ യൂണിറ്റ് ഒന്ന് സ്വാപ്പ് ടെസ്റ്റ് അല്ലെങ്കിൽ ഒന്ന് മാറി വെച്ച് ചെക്ക് ചെയ്ത് നോക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ചെക്ക് ചെയ്തതിന് ശേഷം അത് മാറുന്നതായിരിക്കും നല്ലത്. കാരണം ഇത് മാറിയതിന് ശേഷം ഇതല്ല കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ അത്രയും രൂപ വെറുതെ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നതായിരിക്കും. അതുകൊണ്ട് ആദ്യം ഈ പറയുന്ന പോലെ ബൂസ്റ്ററും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും എന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്തു. അതെൻ്റെ റെക്കമെൻഡേഷനാണ്. അതെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേറെ എന്തെങ്കിലും ഇഷ്യൂസ് വല്ലതും കാണിക്കുന്നുണ്ടെങ്കിൽ, കാരണം ഇങ്ങനെ ബ്രേക്ക് പമ്പ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നു പറഞ്ഞാൽ ബൂസ്റ്ററിന് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ, ബൂസ്റ്ററിന് തേയ്മാനം വരുന്നുണ്ട്, ആ പെഡൽ നമ്മൾ ചവിട്ടി കഴിഞ്ഞാൽ അതുപോലെ നിൽക്കുന്നില്ല, അത് താഴ്ന്നു പോകുന്നതിൻ്റെ കാര്യം ഈ പറഞ്ഞ പോലെ വാക്യൂം നിൽക്കാതെ വന്നിട്ടുണ്ടെങ്കിലും ഈ സെയിം ഇഷ്യൂ കാണിക്കാറുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാലും ബ്രേക്കിൻ്റെ ആ എഫിഷ്യൻസി പ്രോപ്പറായിട്ട് കിട്ടത്തില്ല. 2 വട്ടം ചവിട്ടുക എന്ന് പറയുമ്പോൾ അത്രയും നമ്മൾ ഫോഴ്സ് കൂടുതൽ കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും ബ്രേക്ക് കിട്ടുന്നുണ്ട്. ഇത് എനിക്ക് തോന്നിയൊരു നിഗമനമാണ്. അതായത് ഞാൻ ഇത് തന്നെയാണ് കംപ്ലൈൻറ്റ് എന്നോ അല്ലെങ്കിൽ ഇതായിരിക്കും എന്നല്ല ഞാൻ പറയുന്നത്. ബ്രേക്ക് ബൂസ്റ്റർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ബ്രേക്ക് ബൂസ്റ്റർ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളല്ല. ഇപ്പോൾ ഏതായാലും 4 ബ്രേക്ക് കഴിച്ച് ബ്ലീഡ് ചെയ്തെന്ന് പറഞ്ഞതിന് ശേഷം ഏതായാലും ബ്രേക്ക് റിലേറ്റഡ് ആയിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് നമുക്ക് ഉറപ്പിക്കാം. അതായത് വീൽ സിലിണ്ടേഴ്സ് ആണെങ്കിലും കാലിപ്പേഴ്സ് ആണെങ്കിലും ഇവർ രണ്ടിലൊന്നും വേറെ പ്രശ്നങ്ങളില്ലെന്ന് നമുക്ക് വിശ്വസിക്കാം. പിന്നെ ഒരു സൈഡിലോട്ട് മാത്രം ബ്രേക്ക് ഫ്ലൂയിഡ് വരുന്നില്ലെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ സഡനായിട്ട് ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്കും വാഹനം ഒരു സൈഡിലോട്ടൊക്കെ സ്കിഡ് ചെയ്യാനൊക്കെ ചാൻസസ് കൂടുതലാണ്. അങ്ങനെ വരുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഇതിനകത്ത് ഇനി ABS വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളത് കൃത്യമല്ല. കാരണം വാർണിംഗ് ലൈറ്റ് കാണിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ABS വർക്ക് ചെയ്യേണ്ടതാണ്. അങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് ആ ലൈനിൽ ഫ്ലൂയിഡ് വരുന്നുണ്ടോ എന്നുള്ളതൊന്ന് കൺഫേം ആക്കുക. ഇനി ABSന്റെ മൊഡ്യൂൾ അല്ലെങ്കിൽ ആ യൂണിറ്റിനകത്ത് എന്തെങ്കിലും രീതിക്ക് എയർ കയറിയിട്ടുണ്ടെങ്കിലും ഈ പറഞ്ഞ സെയിം ഇഷ്യൂ കാണിക്കും. അതും കൂടെ നിങ്ങൾ ചെക്ക് ചെയ്തോണം. കാരണം യൂണിറ്റിനകത്ത് എന്തെങ്കിലും രീതിക്ക് ഈ പറഞ്ഞ പോലെ ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ സ്ഥാനത്ത് ബ്രേക്ക് ഫ്ലൂയിഡ് ഇല്ലാതെ വല്ലതും വന്നിട്ട്, അല്ലെങ്കിൽ ബ്രേക്ക് ഫ്ലൂയിഡ് തീർന്ന് വല്ല ഈ വാഹനം ഓടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ഫ്ലൂയിഡ് ലീക്ക് വല്ലതും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒക്കെ ഈ പ്രോബ്ലം കാണിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. റീസെൻ്റ്ലി വല്ല ഇത് സർവീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്രേക്ക് ഫ്ലൂയിഡ് റീപ്ലേസ് ചെയ്ത സമയത്ത് വല്ല കൃത്യമായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള ഫില്ലിംഗ് അല്ല നടന്നിട്ടുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ ABSനകത്ത് എയർ കയറാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ അടുത്ത വേറൊരു ഷോറൂമിലൊന്ന് കൊണ്ടുവന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഹുണ്ടായുടെ ഷോറൂം ഒരുപാട് ഷോറൂംസ് ഉണ്ട്. നിങ്ങൾ സ്ഥിരം കൊടുക്കുന്ന സ്ഥലം അല്ലാതെ വേറൊരു സ്ഥലത്ത് ജസ്റ്റ് കൊടുത്ത് ഒന്ന് കൺഫേം ആക്കി നോക്കുക. വേറെ എന്തെങ്കിലും ഇഷ്യൂസോ വല്ല ആണോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക.